നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 4-5 ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടങ്ങൾ നുണപ്രചാരണങ്ങളായി ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് ഒന്നോ രണ്ടോ മനുഷ്യരെയല്ല ഒരു ജനക്കൂട്ടത്തിനെ നോക്കി ഇവന്മാർക്ക് ഇങ്ങനെ കള്ളം പറയാൻ തോന്നുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. കവലകളിൽ നിന്ന് പ്രസംഗിക്കുന്ന കമ്മി നേതാക്കളുടെ തൊലിക്ക് കാണ്ടാമൃഗത്തിനേക്കാൾ കട്ടിയുണ്ടോ എന്ന് തോന്നിപ്പോകും. കാരണം അത്രയ്ക്ക് പച്ച കള്ളങ്ങളാണ് ഇവന്മാർ തട്ടിമുളിക്കുന്നത്. ഇതൊക്കെ മാറി നിന്ന് കേൾക്കുന്ന ആളുകൾ പച്ചത്തെറി വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. ചിലർ വായ്പത്തി ചിരിക്കുന്നതും മറ്റു ചിലർ ചിരി കടിച്ചമർത്തുന്നതും കണ്ടിട്ടുണ്ട്. വേറെ ചിലർ പരസ്പരം പറഞ്ഞ് പരിഹസിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ യാതൊരു ഉളുപ്പുമില്ലാതെ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് പൊട്ടത്തരം പറയുന്ന നേതാവിനെ നോക്കി കൈയടിക്കുന്നവരെ കാണുമ്പോഴാണ് ചിലർക്ക് ഭേദമാകാത്ത ഒരു അസുഖമാണ് കമ്മ്യൂണിസം എന്ന് തോന്നിപ്പോകുന്നത്. കമ്മികളും മാധ്യമങ്ങളുമെല്ലാം മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെയാണ്. ലോകത്താദ്യമായല്ല ഒരു പീഡനം നടക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. പിണറായി വിജയൻ്റെ ഈ 9.5 കൊല്ലത്തെ അഴിമതിയും കെടുകാര്യസ്ഥതയും ധൂർത്തുമൊക്കെ മറച്ചുവെക്കാൻ അന്തം കമ്മികൾ കാണിച്ചു കൂട്ടുന്ന പെടാപ്പാട് ഒന്ന് കാണേണ്ടതു തന്നെയാണ്. തൊലിക്ക് നല്ല കട്ടിയും തലയ്ക്കകം ശൂന്യവുമായതുകൊണ്ട് അവർക്കത് വിഷയമേ അല്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർക്കേണ്ട ചിലതുണ്ട്. രാഹുൽ മാങ്കൂട്ടമോ അയാൾക്കെതിരെ പീഡന പരാതികൾ കൊടുത്ത സ്ത്രീകളോ രാഹുലിന് വേണ്ടി വാദിച്ച് ജയിലിൽ കിടക്കുന്ന രാഹുൽ ഈശ്വറോ പൊതുജനങ്ങളുടെ 10 പൈസ പോലും കട്ടിട്ടില്ല. പൊതു ഖജനാവിൽ കൈയിട്ട് വാരി ധൂർത്തടിച്ചിട്ടുമില്ല. കേരളത്തിലെ ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രവൃത്തികളും രാഹുൽ മാങ്കൂട്ടമോ അയാളുമായി ബന്ധപ്പെട്ട പരാതിക്കാരോ നടത്തിയിട്ടില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാതൊന്നും ഇവരാരും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ പറയുന്ന അന്തം കമ്മികളാണ്. അവരാണല്ലോ രാഹുലിന് ജാമ്യം നിഷേധിച്ചപ്പോൾ പടക്കം പൊട്ടിച്ച് ആളുകളുടെ സ്വൈര്യം കെടുത്തിയത്. നമ്മുടെ ശബരിമല കൊള്ളയടിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. പിണറായി വിജയൻ്റെ കാലത്താണ് അത് കൊള്ളയടിക്കപ്പെട്ടത്. പിണറായി വിജയൻ്റെ സർക്കാർ നിയോഗിച്ച എൻ വാസുവും എ പത്മകുമാറുമാണ് ഇപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതിന് അകത്തു കിടക്കുന്നത്. അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരായ കടകംപള്ളി സുരേന്ദ്രനും കെ രാധാകൃഷ്ണനും വി എൻ വാസവനുമാണ് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന മന്ത്രിമാർ. കോൺഗ്രസിൻ്റെ കുതികാൽ വെട്ടി മറുകണ്ഠം ചാടിയ പി എസ് പ്രശാന്തും ഇതിനൊക്കെ കൂട്ടായിരുന്നു. കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടി വന്ന പ്രശാന്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി പോലൊരു ബമ്പർ ലോട്ടറി കൊടുത്തത് ഒന്നും കാണാതെയാണെന്നാണോ നിങ്ങളുടെയൊക്കെ ധാരണ? ഇന്ന് കേരളത്തിൻ്റെ പൊതുകടം 6 ലക്ഷം കോടി രൂപയാണ്. 2016 ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഭരണമൊഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുകടം 1,57,370 കോടി മാത്രമായിരുന്നു. എന്നാൽ 9.5 കൊല്ലങ്ങൾ കൊണ്ട് പിണറായി വിജയൻ അത് 6 ലക്ഷം കോടിയിലേക്ക് എത്തിച്ചു. അതായത് 4.5 കോടിയോളം രൂപയാണ് പിണറായി വിജയൻ ഇക്കഴിഞ്ഞ 9.5 കൊല്ലങ്ങൾ കൊണ്ട് കടം കയറ്റി വെച്ചത്. വൈദ്യുതി ബില്ലും ഭൂനികുതിയും കെട്ടിട നികുതിയും വെള്ളക്കരവും അടക്കം വർദ്ധിപ്പിച്ചു പിണറായി വിജയൻ്റെ സർക്കാർ. ഒരു സാധാരണക്കാരനോ ഇടത്തരക്കാരനോ ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ നികുതിയും അവശ്യ സാധനങ്ങളുടെ വിലയും വർദ്ധിപ്പിച്ച് പിണറായി വിജയൻ കേരളത്തെ മാറ്റി. കഴിഞ്ഞ 9.5 കൊല്ലങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ധൂർത്തടിച്ചത്. വിദേശത്ത് ചികിത്സിക്കാൻ, വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുക്കാൻ, ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഭാര്യയെയും മകളെയും ചെറുമകനെയും കൂട്ടി വിദേശ യാത്ര നടത്താൻ, ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ, മൂടുതാങ്ങികളെ ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് പല സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ, പാർട്ടി കൊലയാളികളെ രക്ഷിക്കാനായി കേസ് നടത്താൻ, അങ്ങനെ എത്ര കോടികളാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തുലച്ചു കളഞ്ഞത്. കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാനെന്ന് പറഞ്ഞ് എത്രയോ തവണ ഏതെല്ലാം വിദേശ രാജ്യങ്ങളിൽ പരിവാര സമേതം സർക്കിട്ട് നടത്തി പിണറായി വിജയൻ. 1 രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ 9.5 കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കാൻ പിണറായി വിജയൻ്റെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ പ്രഖ്യാപനങ്ങളല്ലാതെ കേരളയിലെന്നും സിൽവർ ലൈനെന്നും ഒക്കെ പറഞ്ഞ് എത്രയോ പാവങ്ങളെ കുടിയിറക്കി വിട്ടു. കിടപ്പാടം നഷ്ടപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് എത്രയോ പാവങ്ങളെ തല്ലിച്ചതയ്ക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. എത്ര കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവാക്കിയത്? ധൂർത്തും അഴിമതിയും നാടിനെ കൊള്ളയടിക്കലുമാണ് ഈ 9.5 കൊല്ലങ്ങളിൽ പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിലിനോ അയാൾക്കെതിരെ പരാതി നൽകിയ സ്ത്രീകളോ വ്യക്തിപരമായി നമ്മൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അത് അവരുടെ പ്രശ്നമാണ്. അത് കൈകാര്യം ചെയ്യാൻ ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. അപരാധ കഥകൾ കാണിച്ച് ഉപജീവനം നടത്തുന്ന മഞ്ഞ പത്രക്കാർക്ക് രാഹുൽ വിഷയം ചർച്ച ചെയ്തേ പറ്റൂ. ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ചർച്ച ചെയ്യാൻ ഒരു അവിഹിത ഗർഭക്കേസ് ഇട്ടു തന്നിട്ട് പിണറായി വിജയൻ ഭാര്യയെയും മകളെയും ചെറുമകനെയും കൂട്ടി വിമാനം കയറി ദുബായിലേക്ക്. ഞങ്ങളുടെ നികുതി പണമെടുത്ത് എന്തുണ്ടാക്കാനാണ് നിങ്ങൾ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെയും കുട്ടി വിദേശത്തേക്ക് ദൂർത്തടിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റം ഒരുത്തനുമില്ലാതെ പോയി. അതാണ് ഇവരെയൊക്കെ വീണ്ടും വീണ്ടും ഇത്തരം നെറികേടുകൾ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയാൽ കേരളം പിന്നെ ബാക്കിയുണ്ടാകില്ല. അത് ഓർമ്മ വേണം എല്ലാവർക്കും.